എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കടം ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഒരാളോട് പോലും ഒരു തവണ പോലും കടം ചോദിക്കാത്ത വ്യക്തികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെയർ ആയിരിക്കും. അപ്പോൾ ഈ കടം ചോദിക്കുന്നതിനും അപ്പോൾ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളോട് ഒരു പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുക, സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചെന്ന് കരുതുക. ആ ഒരു മാസത്തിന് മുന്നേ നിങ്ങൾ അത് കൊടുത്തു തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. ചിലരുണ്ട് പൈസ കയ്യിൽ വന്നാലും ഇപ്പൊ ചോദിച്ചില്ലല്ലോ പിന്നെ നമുക്കത് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചേക്കരുത്. അത് മറ്റുള്ളവരിൽ നിങ്ങൾക്കുള്ള തന്ന വ്യക്തിയിൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ, ആ ഒരു കാലാവധിക്ക് മുന്നേ കൊടുത്താൽ നിങ്ങളുടെ ഇംപ്രഷൻസ് കുറച്ച് കൂടും അവരുടെ ഇടയിൽ. പിന്നെ ഒന്ന് വെച്ചാൽ നമ്മളത് കൊടുക്കാതെ ഇരിക്കുക. ചിലർക്ക് പൈസ കൊടുത്താൽ നമ്മൾ എപ്പോഴും ഒരിക്കലും കിട്ടത്തില്ലെന്ന്. അത് ഇവരുടെ കയ്യിൽ പൈസ വരാഞ്ഞിട്ടായിരിക്കത്തില്ല. ചിലരുടെ കയ്യിൽ പൈസ വന്നാൽ അവർക്കത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് സ്വന്തം കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ കടം ചോദിച്ചാൽ ഒരിക്കലും കിട്ടാനും പോണില്ല. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്, ചില ഓരോരുത്തരുടെയും മതവിശ്വാസ പ്രകാരം നമ്മൾ മരിക്കുന്നതിന് മുന്നേ കടങ്ങൾ തീർത്തിട്ട് മരിക്കാന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മുസ്ലിംസ് ഒക്കെ ഹജ്ജിനൊക്കെ പോകുമ്പം അവര് കടങ്ങളൊക്കെ തീർത്തിട്ടാണ് പോകാറ്. അങ്ങനെ കടങ്ങളൊന്നും വെച്ച്, അതുപോലെ തന്നെ നമ്മൾ ഹിന്ദു മതവിശ്വാസം, ഓരോ മതവിശ്വാസ പ്രകാരം ഉണ്ട് കടങ്ങൾ ബാക്കി വെക്കാൻ പാടില്ലെന്ന്. നമ്മൾ മരിച്ചു കഴിഞ്ഞ പോലും ഓരോ വിശ്വാസങ്ങളാണ്, കടങ്ങൾ ബാക്കി വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആർക്കാണേലും വെറുതെ, ഓരോ മനുഷ്യന്റെയും 1 രൂപ തൊട്ടുകളും അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അപ്പൊ നമുക്കത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തന്നിട്ടുണ്ടെങ്കിൽ കടവിടാൻ പാടില്ല. അത് നമ്മൾ കൊടുത്തു തീർക്കാൻ ബാധ്യസ്ഥരാണ്. ആ കടം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മളത് വീട്ടാൻ വേണ്ടി ചിലപ്പോൾ പുനർജനിക്കേണ്ടി വരും. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നിങ്ങളൊരു 10 രൂപയാണ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വെച്ചിരിക്കുന്നതെങ്കിൽ, അടുത്ത ജന്മത്തിൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, പോയി ആ കടം വീട്ടിട്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിക്കണം. പിന്നെ വീണ്ടും നിങ്ങൾ ഒന്നുതൊട്ട് പഠിക്കണം, പിന്നെ ജോലി കണ്ടെത്തണം. മീൻസ് നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിച്ച അത്രയും കഷ്ടപ്പാടുകൾ അടുത്ത ജന്മം കഷ്ടപ്പാട് മൊത്തം അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കിക്കേ. ആ ഒരു റീടേക്ക് അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഇപ്പൊ മേടിച്ച 10 രൂപ അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും 1 രൂപയെങ്കിലും കടം കൊടുക്കാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കൊടുത്തു തീർത്ത് സമാധാനത്തോടെ മരിക്കുക. ഓക്കെ, ടേക്ക് കെയർ.